തുടരും കണ്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ പങ്കുവയ്ക്കുക. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. അത് കാരണം അതിൻ്റെ ഡയറക്ടർ ഒരു കാരണമാണ്. ട്രെയിലറും ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ ഒരു പ്രതീക്ഷയെ ഒരു തരി പോലും തെറ്റിക്കാത്ത ഒരു സിനിമ ആസ്വാദനമായിരുന്നു എനിക്ക് തുടരും സമ്മാനിച്ചിട്ടുള്ളത്. ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ വൺ ഓഫ് ദ ഗ്രേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഞാൻ ലാലേട്ടനെ പറ്റി അധികം പറയുന്നില്ല, കാരണം ഒരു ഫാൻ ബോയ് മൊമെന്റ് എത്രത്തോളം ഈ സിനിമയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിലെ വില്ലനാണ്. എന്ത് റേഞ്ചുള്ള മുതലാണ് ആ ചങ്ങായി. പറയാതെ വയ്യ. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് പോലെ തോന്നി, പക്ഷേ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ആഡൊക്കെ ചെയ്യുന്ന പുള്ളിയാണെന്നുള്ളത്. ഫർഹാൻ ഫാസിലും ബിനു പപ്പു ഇവരൊക്കെ വേറെ ലെവലായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ശോഭനയൊക്കെ വളരെ കുറച്ച് സീൻസ് ആ പുള്ളിക്കാരത്തിക്കുള്ളൂ, പക്ഷെ പുള്ളിക്കാരത്തിയൊക്കെ തകർത്തിട്ടുണ്ട്. ചില നോട്ടങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കൊള്ളും. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും സിനിമയുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും BGM ആണെങ്കിലും അവതരണമാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതുപോലെ തന്നെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടരും ഒരിക്കലും ഒരു OTT-യിൽ വന്ന് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ല ഒരു തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് നല്ല ഫാമിലിയോടൊപ്പം ആസ്വദിക്കേണ്ട ഒരു സിനിമ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേപോലെയുള്ള മൂവി കണ്ടന്റ്സിനായിട്ട് ഫോളോ ഫോർ മോർ.